Hi all, welcome back. Tanvir സാറാണ്. EST 130 ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് KTUവിന്റെ മൊഡ്യൂൾ 2ലെ ലെക്ചർ 6. അതായത് നമ്മൾ കവർ ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോ, ലെൻസ് ലോ, അതേപോലെ ആവറേജ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കവർ ചെയ്യുന്നത്. Now electromagnetic induction. When the magnetic flux linking a conductor changes, an EMF is induced in the conductor. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ്, അതായത് രണ്ട് കേസസ് ആണ് വേണ്ടത്. ഒന്നില്ലെങ്കിൽ കണ്ടക്ടർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം. ഇത് ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യണത് തമ്മിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു EMF എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്യും. ഇഫ് ദ കണ്ടക്ടർ ഫോംസ് എ കംപ്ലീറ്റ് ലൂപ്പ്, അപ്പോൾ ഒരു EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് ലൂപ്പായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ലൂപ്പായിട്ടുള്ള സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് അതിൽ കൂടെ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഈ ഫിനോമിനയാണ് പറയുന്നത് നമ്മളെന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് എ കണ്ടക്ടർ ചേഞ്ചസ്, ആൻ EMF is induced in the conductor. If the conductor forms a complete loop or circuit, a current will flow into it. Okay, in it. This phenomenon is known as electromagnetic induction. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി മുന്നേ പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾക്ക് വേണ്ട റിക്വയർമെൻ്റ് ആയിട്ടുള്ള കാര്യം, ഒന്നില്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യണം, അല്ലെങ്കിൽ കണ്ടക്ടർ വേണം തമ്മിൽ ലിങ്ക് ചെയ്യണ സമയത്ത്. ഓക്കെ, അപ്പോഴാണ് അവിടെ EMF ഇൻഡ്യൂസ്. ഇനിയിപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യാത്ത മാഗ്നറ്റിക് ഫ്ലക്സും കണ്ടക്ടർ വേരി ചെയ്യാതിരിക്കുകയെന്ന് വിചാരിക്കുക, അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല? EMF. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് ഈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ നമ്മളുടെ ഒരു അടിസ്ഥാന പ്രിൻസിപ്പളായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാര്യമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ കൊണ്ട് EMF വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടർ നമ്മൾ വെച്ചു, ഒരു കണ്ടക്ടർ വെച്ചിട്ട് അതിനടുത്ത് രണ്ട് പോളുള്ള, നോർത്തും സൗത്തും പോളുള്ള മാഗ്നറ്റ് വെച്ചു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കണ്ടക്ടർ ഈ നോർത്ത് പോളും സൗത്തുള്ള മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു EMF ഉണ്ടാവും അല്ല, ഒരു ഫ്ലക്സ് ഉണ്ടാവും അല്ലേ? ആ ഫ്ലക്സിനെ ഈ കണ്ടക്ടർ മൂവ് ചെയ്യിച്ച് കട്ട് ചെയ്യിക്കുകയാണെങ്കിൽ അവിടെ നിന്നുണ്ടാവും ആ കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. ഇനി ആ കണ്ടക്ടർ ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അത് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അതാണ് ആ ഒരു പ്രിൻസിപ്പിൾ കാരണം കൊണ്ട് വരുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, കുറച്ച് ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, the basic requirement for electromagnetic induction is the change in flux linking with the conductor or coil. Change in flux linking with the conductor or coil. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലക്സിന് എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഒന്നിലേക്ക് കണ്ടക്ടർ വേരി ചെയ്താൽ തന്നെ ഫ്ലക്സിൻ്റെ അവിടെ വേരിയേഷൻ, ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നതല്ല, കട്ട് ചെയ്തു പോകും. അതല്ല, ഈ പറയുന്ന ഫ്ലക്സ് എന്ത് ചെയ്യണം? വേരിയിങ് ടൈപ്പ് ആവണം. ഇനി അടുത്ത പോയിന്റ് നമ്മൾ ആലോചിക്കാനുള്ളത് എന്താ വെച്ചാൽ, ദ EMF ആൻഡ് ഹെൻസ് ദ കറന്റ് ഇൻ ദിസ് കണ്ടക്ടർ വിൽ പെർസിസ്റ്റ് സോ ലോങ് ആസ് ദിസ് ചേഞ്ച് ഈസ് ടേക്കിംഗ് പ്ലേസ്. അതായത് ഈ പറയുന്ന ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എത്ര വരെ നിലനിൽക്കുന്നുണ്ടോ അത്രയും ടൈം എന്ത് ചെയ്യും? EMF അതിന് കാരണമായിട്ട് EMF അതേപോലെ സർക്യൂട്ട് ക്ലോസ് ആയിട്ടിരിക്കുമ്പോഴുള്ള കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ വർക്കിംഗ് പറയുന്നുണ്ട്. അതായത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു n നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിൽ വെച്ചിട്ട്, സെവറൽ നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിൽ വെച്ചിട്ട് ഒരു മാഗ്നറ്റ്, ഒരു കോയിലും അതിൻ്റെ അടുത്തൊരു മാഗ്നറ്റ് നമ്മൾ വെച്ചു. ഓക്കെ, ഇനി ഈ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ മാഗ്നറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? കോയിലിൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യിക്കും. അങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഗാൽവനോമീറ്റർ ഉണ്ടല്ലോ, ഒരു സൈഡിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിലോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. നേരെ വെച്ചാൽ അത് അവിടെ പോയിട്ട് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിഫ്ലക്ഷൻ ഒന്നും നടക്കൂല, അതങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വാരി ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ഈ ഡിഫ്ലക്ഷൻ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, എന്ത്? ഇൻ ഈദർ കേസ് ദ ഡിഫ്ലക്ഷൻ വിൽ പെർസിസ്റ്റ് സോ ലോങ് ആസ് ദ മാഗ്നറ്റ് ഈസ് ഇൻ മോഷൻ. മാഗ്നറ്റ് എപ്പോഴൊക്കെ മോഷൻ ഉണ്ടോ അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഡിഫ്ലക്ഷൻ കാണിക്കുള്ളൂ. ദ പ്രൊഡക്ഷൻ ഓഫ് EMF ആൻഡ് ഹെൻസ് കറന്റ് ഇൻ ദ കോയിൽ ഈസ് ഡ്യൂ ടു ഫാക്ട് ദാറ്റ് എന്താണ്? വെൻ ദ മാഗ്നറ്റ് ഈസ് ഇൻ മോഷൻ ദ എമൗണ്ട് ഓഫ് ഫ്ലക്സ് ലിങ്കിങ് ദ കോയിൽ ചേഞ്ചസ്. It is a basic requirement for inducing EMF in the coil. അതായത് നമ്മളുടെ ഇവിടുത്തെ EMF ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ, ഈ കണ്ടക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ കോയിലിനെ കട്ട് ചെയ്യും, അതായത് കണ്ടക്ടറിനെ കട്ട് ചെയ്യും. ഈ കണ്ടക്ടറിനെ കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അവിടെ
EMF ഇൻഡ്യൂസ്. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാരണക്കാരൻ ആരാതാണ്? ഈ മാഗ്നറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഇഫ് ദ മൂവ്മെൻറ്റ് ഓഫ് മാഗ്നറ്റ് ഈസ് സ്റ്റോപ്ഡ് though the flux is linking the coil, there is no change in flux. ഇനിയിപ്പോൾ ഇത് ഇങ്ങോട്ട് മാഗ്നറ്റ് വന്ന് അവിടെ നിർത്തി വയ്ക്കുക, പക്ഷേ ഈ കണ്ടക്ടർ ഫ്ലക്സിനെ ലിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ EMF ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സില്ല. അതുകൊണ്ട് എപ്പോഴൊക്കെ അപ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ എപ്പോഴൊക്കെ EMF ഇൻഡ്യൂസ് ചെയ്യണോ അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? ശരിക്ക് ഇത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് കാണിക്കാം. അതായത് മാഗ്നറ്റ് എന്ത് ചെയ്യണം? ഈ ഫ്ലക്സിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ പറയാൻ പറ്റും ദ ബേസിക് റിക്വയർമെൻറ്റ് ഫോർ ഇൻഡ്യൂസിങ് EMF ഇൻ എ കോയിൽ ഈസ് നോട്ട് ഫ്ലക്സ് ലിങ്കിങ് ദ കോയിൽ ബട്ട് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കിങ് ദ കോയിൽ. അപ്പോൾ വെറുതെ നമ്മൾ ഫ്ലക്സിനെ കട്ട് ചെയ്തിട്ട് അവിടെ നിന്നാൽ പോരാ, എന്ത് ചെയ്യണം? മാഗ്നറ്റ് വേരി ചെയ്യണം. അല്ലെങ്കിൽ അപ്പോൾ മാഗ്നറ്റ് വേരി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫ്ലക്സിൽ വേരിയേഷൻ വരും. അതല്ല ഒന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന സാധനം ഇത് എന്ത് ചെയ്യണം? വേരി ചെയ്യണം. ഓക്കെ, ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കിങ് ദ കോയിൽ ക്യാൻ ബി ബ്രോട്ട് ഇൻ ടു 2 ways. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നെന്താണ്? ദ കണ്ടക്ടർ ആർ മൂവ്ഡ് ത്രൂ എ സ്റ്റേഷനറി മാഗ്നറ്റ്. ഒരു സ്റ്റേഷനറി മാഗ്നറ്റ് ഫീൽഡിലൂടെ എന്ത് ചെയ്യാം? കണ്ടക്ടർ മൂവ് ചെയ്യാം. അത് ജനറേറ്ററിൻ്റെ കേസിൽ അതാണ്. ജനറേറ്ററിൽ പിന്നെ കണ്ടക്ടർ എപ്പോഴും മൂവിങ് ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് അതായത് ഇലക്ട്രോ മാഗ്നറ്റ് എന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. ഇനി അടുത്ത ചാൻസ് എന്താണ്? ദ കണ്ടക്ടേഴ്സ് ആർ സ്റ്റേഷനറി. ഈ കണ്ടക്ടേഴ്സ് സ്റ്റേഷനറി ആയിട്ട് എന്ത് ചെയ്യും? ഈ ഫീൽഡ് മാഗ്നറ്റ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ DC ജനറേറ്ററിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിക്കാനൊന്നുമില്ല, ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, DC ജനറേറ്ററിൻ്റെ കേസിൽ നമ്മളുടെ മാഗ്നറ്റ് എന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. എന്നിട്ട് ആര് മൂവ് ചെയ്യും? ഈ പറയുന്ന കോയിൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടക്ടർ മൂവ് ചെയ്യും. ഇനി AC ജനറേറ്ററിൻ്റെ കേസിൽ ഈ കോയിൽസ് സ്റ്റേഷനറി ആയിരിക്കും, ഇലക്ട്രോ മാഗ്നറ്റ് കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും, ഫീൽഡ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതായത് മാഗ്നറ്റ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 കേസിലാണെങ്കിലും എന്താണ്? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇനി ഇത് ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ മാത്രമേ EMF ഇൻഡ്യൂസ് ചെയ്യാൻ ഇതിനെ അക്രോസ് വന്ന് ഇത് ക്ലോസ് ആണെങ്കിൽ മാത്രം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഇത്രയും കേസിലാണ് EMF വന്നത്. ഇത് ക്ലോസ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഫ്ലക്സ് ലിങ്കേജസ്? ദ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ആൻഡ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിരുന്നു, അതായത് MMF N×I അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് ദ കോയിൽ ഈസ് കോൾഡ് എന്താണ്? ഫ്ലക്സ് ലിങ്കേജ് വന്നിട്ട് വരുന്നത്. അപ്പോൾ എത്ര ഫ്ലക്സ് ലിങ്കേജ് വന്ന് വരാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് വലുപ്പം കൂടിപ്പോയി. 1 സെക്കൻഡ്. ഫ്ലക്സ് ലിങ്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N×5 ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പറ്റും എന്ത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് ശ്രദ്ധിക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF ഇൻഡ്യൂസ്ഡ് is directly proportional to rate of change of flux linkages അല്ലേ? അപ്പോൾ ഒരു n നമ്പർ ഓഫ് ടേൺസ് കോയിലും മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്, അതായത് ഫ്രം 5 to 5 മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. in എത്ര സെക്കൻഡിൽ? t seconds. then we can say that induced EMF E is directly proportional to rate of change of flux അല്ലേ പറഞ്ഞത്? E is proportional to n×∅2 minus n×∅1 divided by t. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്ലക്സ് ലിങ്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു എന്താണ് പറഞ്ഞത്? ഫ്ലക്സ് ആണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ പല എക്സ്പെരിമെൻറ്റും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ ഫ്ലക്സ് ഉണ്ടാവും അല്ലേ? എന്നിട്ട് അതിങ്ങനെ കൂടിയിട്ട് ഒരു ഫൈനൽ ഫ്ലക്സിലോട്ട് വരും അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്ത്? if n is the number of turns and of the coil and the magnetic flux linking the coil changes from ∅1 to ∅2,
in t seconds, then we can say that induced EMF E is directly proportional to rate of change of flux അല്ലേ, n into phi2 minus n into phi1 by t. ഇതാണ് ഫ്ലക്സ് ലിങ്കേജ്. എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ അടുത്തത് നിങ്ങൾ +2 പഠിച്ച രണ്ട് സാധനങ്ങളും കൂടി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒന്ന് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, രണ്ടാമത്തത് ലെൻസസ് ലോ. എന്തൊക്കെയാണ് ഫാരഡേസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നിങ്ങൾ നല്ല പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഓർമ്മ വരും എന്താണ് ഫാരഡേസ് ലോ എന്ന്. ശരിക്കും ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആയിട്ട് തന്നാൽ മതി. എന്നാലും ഒന്ന് ബ്രഷപ്പ് ചെയ്യാം നമുക്ക്. എത്ര ലോ ഉണ്ട് ഫാരഡേസ് ലോ? ഫാരഡേസ് ലോ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്ത്? ഫാരഡേ എന്ത് ചെയ്തു വെച്ചാൽ സെവറൽ എക്സ്പെരിമെൻറ്റ്സ് എന്ത് ചെയ്തു, ഫാരഡേസ് കണ്ടക്ട് ചെയ്തു. അങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലെത്തി. ആ കൺക്ലൂഷൻ അയാൾ എന്ത് ചെയ്തു വെച്ചാൽ 2 ലോസ് അയാൾ എന്ത് ചെയ്തു, അയാൾ സമ്മപ്പ് ചെയ്തു. ഓക്കെ, ആ പറയുന്ന 2 ലോസ് ആണ് നമ്മൾ പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഒരു എക്സാമിന് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ അയാൾ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ട് അയാളുടെ ഫൈൻഡിങ്സ് എന്ത് ചെയ്തു, 2 ലോസ് ആയിട്ട് അയാൾ സമ്മപ്പ് ചെയ്തു. അപ്പോൾ 2 ലോസ് ഉണ്ട്, ഒരു ലോ അല്ല 2 ലോ ഉണ്ട്. എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ? വാട്ട് ഈസ് ഫാരഡേസ് ഫസ്റ്റ് ലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ട് ഈസ് ഫാരഡേസ് ഫസ്റ്റ് ലോ? എന്താണ്? when the magnetic flux linking a conductor or coil changes, an EMF is induced in it. When the magnetic flux linking a conductor or coil, ശ്രദ്ധിക്കുക, when the magnetic flux, ഒരു magnetic flux linking a conductor or coil, ഒരു magnetic flux കണ്ടക്ടറിനെ അല്ലെങ്കിൽ കോയിലിനെ എന്ത് ചെയ്തു, ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, എപ്പോൾ? ഒന്നില്ലെങ്കിൽ കണ്ടക്ടർ അല്ലെങ്കിൽ കോയിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ചേഞ്ചസ് നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടാവും. എന്ത്? ആൻഡ് EMF is induced in it. അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. when the magnetic flux, Faraday's first law states that when the magnetic flux linking a conductor or coil changes, an EMF is induced in it. ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. വാട്ട് ഈസ് ഫാരഡേസ് സെക്കൻഡ് ലോ? പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി ആ ഇൻഡ്യൂസ് ചെയ്ത EMF-നെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? the magnitude of the EMF, the magnitude of the EMF induced in a conductor or coil, the magnitude of EMF induced in a conductor or coil is എന്താണ്? directly proportional to the എന്താണ്? rate of change of flux linkages. അതെന്താണ്? അപ്പോൾ നമുക്ക് പറയാൻ പറ്റുക, നേരത്തെ നമ്മൾ എഴുതി, that is induced EMF E directly proportional to rate of change of flux linkages, right? Or we can say that ഈ proportionality മാറ്റുമ്പോൾ E is equal to K into N phi 2 minus N phi 1 by T. Okay, where the value of K is unit, നമ്മൾ value of K യൂണിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ therefore E will be K യൂണിറ്റി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ E is equal to N into phi 2 minus N into phi 1 by T. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഡിഫറൻഷ്യൽ ഫോമിൽ എങ്ങനെ എഴുതാം? വി ക്യാൻ സേ ഇൻ ഡിഫറൻഷ്യൽ ഫോം E is equal to N into d5 by dt. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ദ ഡയറക്ഷൻ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ഓർ ഇൻഡ്യൂസ്ഡ് EMF, EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടായി.
ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടായിട്ട് ആ കണ്ടക്ടറിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു. ആ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്താൽ എപ്പോഴാണ് അത് ഫ്ലോ ചെയ്യുക, കറണ്ടായിട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് വേണം അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് ഹെൻസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇഫ് ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് ഈസ് ഗിവൺ ബൈ ലെൻസസ് ലോ. അപ്പോൾ ലെൻസസ് ലോ ആണ് എന്ത് ചെയ്യണത്, ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അതാണ് ഫാരഡേസ് ലോവും ലെൻസസ് ലോവും തമ്മിലുള്ള രണ്ടാളും തമ്മിലുള്ളൊരു ഇതെന്താ പറഞ്ഞാൽ, ഫാരഡേസ് ലോ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ ആരാണ്, ലെൻസസ് ആണ്. ഓക്കെ, സോ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഗിവൺ ബൈ ഇ ഈസ് ഈക്വൽ ടു -n ഇൻറ്റു d∅/dt. അതിനുള്ള കാരണം എന്താണ്, മൈനസ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസസ് ലോ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തതാണ്. അപ്പോൾ ഈ മൈനസ് വന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും, ലെൻസസ് ലോ വെച്ചിട്ട് പറയും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെൻസസ് ലോ പഠിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്കുക, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ 2 ലോ ഉണ്ട്, ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്. ഫസ്റ്റ് ലോ പറഞ്ഞാൽ വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് എ കണ്ടക്ടർ ഓർ കോയിൽ ചേഞ്ചസ് ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ അവിടെ എന്ത്, ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ഇനി സെക്കൻഡ് ലോ എന്താ പറയുക, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഓർ കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. അതായത് ഈ ഈസ് ഡയറക്ട്ലി, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലക്സ് ലിങ്കേജസിന്റെ കാര്യം പറഞ്ഞത്, അത് രണ്ടും അവർ എടുത്ത് ലോ ആക്കി പറഞ്ഞു. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ ഫോമിൽ നമുക്ക് പറയാൻ പറ്റും ഇ ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅/dt ആണ്. അത് ലെൻസസ് ലോ പ്രകാരം -n ഇൻറ്റു d∅/dt. അപ്പോൾ എന്താണ് ലെൻസസ് ലോ, ഈ ഇത് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തതാണ് അല്ലേ, മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് ലെൻസസ് ലോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ദെൻ വാട്ട് ഹാപ്പൻ, എമിൽ ലെൻസ്, അതാണ് ഫുൾ നെയിം, ഇറ്റ് ഈസ് എമിൽ ലെൻസ്. എമിൽ ലെൻസ് അയാൾ എന്താണ്, ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ് ആണ്. ഈസ് എ ജർമ്മൻ സയൻറ്റിസ്റ്റ്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, വല്ലപ്പോഴൊക്കെ ആവശ്യം വരും. ഓക്കെ, ഗീവ് സിമ്പിൾ റൂൾ, എന്താണ്, അതിനാണ് നമ്മൾ ലെൻസസ് പറയുന്നത്. ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ്, എമിൽ ലെൻസ് ആണ് ഒരു സിമ്പിൾ റൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എന്തിനാണ്, ടു ഫൈൻഡ് ഏതാണ്, ദ ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ്. അതെന്താ പറഞ്ഞത്, എന്താണ് ആ ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ദ ഇൻഡ്യൂസ്ഡ് കറന്റ് will flow in such a direction so as to oppose the cause that produces it. അപ്പോൾ ലെൻസസ് പറയുന്നതാണ് ദ ഇൻഡ്യൂസ്ഡ് കറന്റ് വിൽ ഫ്ലോ. നമ്മൾ പറഞ്ഞു എന്ത്, ഫ്ലക്സ് ലിങ്കേജസ് കാരണം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. സർക്യൂട്ട് ക്ലോസ്ഡ് പാത്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് അതിനെ ഫ്ലോ ചെയ്യും പറഞ്ഞു. അതിന്റെ ഡയറക്ഷൻ ആണ് പറയുന്നത്, ദ ഇൻഡ്യൂസ്ഡ് കറന്റ് വിൽ ഫ്ലോ ഇൻ സച്ച് എ ഡയറക്ഷൻ. ഏത് ഡയറക്ഷനാണ്, സോ ആസ് ടു അപ്പോസ് ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസിങ് ഇറ്റ്. അത് ഏത് കാരണം കൊണ്ടാണോ അവിടെ ഒരു കറന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് അവരെ ഒപ്പോസ് ചെയ്യുന്നു. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു എന്ത്, ഫാരഡേസ് സെക്കൻഡ് ലോയിൽ നമ്മൾ ഇങ്ങനെ ഇ ഈസ് ഈക്വൽ ടു -n ഇൻറ്റു d∅/dt എന്ന് കിട്ടും അല്ലേ. അതെന്താ പറയുന്നത്, ദിസ് നെഗറ്റീവ് സൈൻ സിംപ്ലി റിമൈൻസ് us that the induced current opposes the changing magnetic field that caused the induced current. അപ്പോൾ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യണോണ്ടാണ് ഈ മൈനസ് സൈൻ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ നെഗറ്റീവ് സൈനിന് വേറൊരു മീനിങ്ങും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ആലോചിക്കുക, ദിസ് നെഗറ്റീവ് സൈൻ സിംപ്ലി റിമൈൻസ് us that the induced current, ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് ഒപ്പോസസ് ദ ചേഞ്ച് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് കോസ് ടു പ്രൊഡ്യൂസ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഞാൻ നോട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക, എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഞാൻ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 20 മിനിറ്റ്സിന് മേലെ ഒരു സിമ്പിൾ ചെറിയ ടോപ്പിക്കും കൂടി പറഞ്ഞിട്ട് ഇതിലെ ആവറേജ് നമ്മൾ ഫ്ലക്സ് ലിങ്കേജസ് പറഞ്ഞല്ലോ, അത് വെച്ചിട്ടൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് അതിൻ്റെ ചെറിയ പ്രോബ്ലം കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് പറഞ്ഞാൽ ആവറേജ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്. Average induced voltage. Now
if the flux changes from phi1 to phi2 in t seconds at a uniform rate, then the rate of change of flux is എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് phi2 മൈനസ് phi1 ബൈ ടി. എത്ര ടൈമിൽ എത്ര ഫ്ലക്സിൽ നിന്ന് എത്ര ഫ്ലക്സ് ചേഞ്ച് ചെയ്തു എന്ന്. അപ്പോൾ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തതിന് നമുക്ക് എന്താ പറയുക? ഇ ഈസിക്കൽ മൈനസ് എൻ ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് അല്ലേ? അപ്പോൾ അതിന് എന്ത് എഴുതാം? ഇറ്റ് ഈസ് മൈനസ് എൻ ഇൻറ്റു phi2 മൈനസ് phi1 ബൈ ടി. ഇതാണ് ആവറേജ് ഇ എം എഫ് ഇൻഡ്യൂസ്. അപ്പോൾ ചിലപ്പോൾ ഒരു 2 മാർക്കൊക്കെ ചോദിക്കാം ആവറേജ് ഇ എം എഫ് ഇൻഡ്യൂസ് വെച്ചിട്ട് ഒരു പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. 2 മിനിറ്റ്. ക്വസ്റ്റ്യൻ: എ ഫ്ലക്സ് ഓഫ് 0.5 മില്ലി വെബർ ലിങ്ക്സ് എ കോയിൽ ഓഫ് 400 ടേൺസ്. നമ്പർ തന്നു, ഫ്ലക്സ് എന്താണെന്നുള്ളത് തന്നു. ഇഫ് ദ ഫ്ലക്സ് ഈസ് റിവേഴ്സ്, അതായത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ 0.2 സെക്കൻഡ് ടൈം വന്നു, ഡിറ്റർമിൻ ദ ആവറേജ് വാല്യൂ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻ ദ കോയിൽ. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ നോക്കാം. നമുക്ക് phi1 ഈസ് ഈക്വൽ ടു 0.5 മില്ലി വെബർ ഓർ ഇറ്റ് ഈസ് 0.5 ഇൻറ്റു 10⁻³ വെബർ. ഇനി വാട്ട് വിൽ ബി phi2? ഇത് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മൈനസ് 0.5 മില്ലി വെബർ. It is minus 0.5 into 10⁻³ വെബർ. ഇനി നമുക്ക് എന്താണ്? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇൻ ടൈം 2 സെക്കൻഡ്. അപ്പോൾ ടി എന്താണ്? 0.2 സെക്കൻഡ് ആണ്. 0.2 സെക്കൻഡ് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് എന്താണ്? phi2 മൈനസ് 5 ആണ് അല്ലേ? അതെന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മൈനസ് 0.5 ഇൻറ്റു 10⁻³ മൈനസ് 0.5 into 10⁻³ that is minus 1 into 10⁻³ വെബർ. ഓക്കെ, ഇനി ആവറേജ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അപ്പോൾ എന്താണ്? ആവറേജ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇ, ആവറേജ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇ ഈസ് നത്തിങ് ബട്ട് മൈനസ് എൻ ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ആണ്. എന്താണ്? phi2 മൈനസ് phi1 ബൈ ടി. അപ്പോൾ 5 മൈനസ് 5 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ n മൈനസ് n 400 അറിയാം. അപ്പോൾ മൈനസ് 400 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 0.2 ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 വോൾട്ട്. ഇത്ര ഉള്ളൂ ഇത് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം. ഓക്കെ, താങ്ക് യു.